ഹേ സ്വീറ്റ് ഹാർട്ട്, എന്താ ഞാൻ ചത്തോത്ത ജീവനോടെ ഉണ്ടോയെന്ന് അറിയാൻ നീ വിളിച്ചാണോ? എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ല പിന്നെ സത്യം പറഞ്ഞാൽ നീ ഇപ്പം ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഞാൻ നിൻ്റെ മാരേജിന് വരാത്തോണ്ടല്ലേ? എന്നാൽ പിന്നെ ഞാൻ നിനക്കൊരു ഹാപ്പി ന്യൂസ് പറയട്ടെ. പറ. എന്തുവാണോ പിണങ്ങല്ലേ? എന്താണോ നിൻ്റെ ഇത്ര വലിയ ഹാപ്പി ന്യൂസ്? കേൾക്കട്ടെ, പറ. ഓ പുച്ചോ, ഇല്ല ഞാൻ പറയില്ല. ഓ ചുമ്മാ പറന്ന്. ഇല്ല പറയാടോ. ഇല്ല പൊറോടി. ഇല്ല ജിയാ. പറയണ്ടേ, നീ ഇപ്പോൾ പറ, ഇല്ലെങ്കിൽ പിന്നെ നീ എൻ്റെ വായിലിരിക്കണം മൊത്തം കേൾക്കും. ഹേ ബേബി കൂൾ. നീ കണക്കാൻ എൻ്റെ ചേട്ടനും കണക്കാം. നീ കേട്ടോ? ഹലോ ഹലോ ലിയ. എന്താ പയ്യെ പറ, എനിക്ക് കേൾക്കാം. ഓക്കെ ദെൻ പറ, ഞാൻ എന്താ എത്ര നേരം പറഞ്ഞു? അത് സത്യം പറഞ്ഞാൽ ഞാനൊന്നും കേട്ടില്ല. എനിക്ക് തോന്നി ഞാൻ നാളെ വരുന്നുണ്ടെന്ന്. എനിക്ക് 2 months ലീവ് കിട്ടി, കടിച്ച് പൊളിക്കാം. ശരിക്കും? പിന്നെ വെറുതെ ആടോ കാര്യമായിട്ട് പറഞ്ഞതാ. നീ ഇപ്പോൾ ഹാപ്പി ആയില്ലേ? യെസ്. നീ എന്തായാലും പെട്ടെന്ന് വാ, എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് നിന്നോട്. ഓക്കെ ബേബിക്ക്, പെട്ടെന്ന് വരാം കേട്ടോ. അതല്ല, എന്ത് പറ്റി ലീവൊക്കെ എടുക്കാൻ? അല്ലാത്തപ്പോൾ 2 ദിവസം ലീവ് പോലും എടുക്കാത്ത ഒരാളാണല്ലോ. സത്യം പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എനിക്ക് ലീവ് കിട്ടാത്തതാണ്. എൻ്റെ ചേട്ടൻ്റെ ആണല്ലോ എൻ്റെ CEO. സോ എൻ്റെ പപ്പയായിരുന്നെങ്കിൽ എനിക്ക് 2 ലീവ് എങ്ങനെ കിട്ടിയാൽ. ഇതിപ്പോൾ ചേട്ടനായതുകൊണ്ട് 2 പോയിട്ട് ഒരൊറ്റ ലീവ് പോലും എനിക്ക് കിട്ടാറില്ല. അവൻ തരാത്തതാ സത്യത്തിൽ. അവനോ എന്നെ കാണുന്നില്ല, എനിക്ക് വീട്ടുകാരെങ്കിലും കണ്ടുപിടി, അതിനും അവൻ സമ്മതിക്കില്ല. തേണ്ടി ഒരു കണക്കിന് കയ്യും കായും പിടിച്ച് വാങ്ങിച്ചെടുത്ത ലീവാണിത്. അതെന്താ നിനക്ക് തരാത്ത ലീവ്? തരാത്ത എന്താ? നീ വർക്ക് ചെയ്യുന്ന കമ്പനിയും അങ്ങനെ നിൻ്റെ CEO ചേട്ടനാവുന്നത്? നിൻ്റെ ചേട്ടൻ ഇവിടുത്തെ കമ്പനിയിലല്ലേ? ഇല്ല, ഈ കമ്പനി ഞങ്ങളുടെ തന്നെ ബ്രാഞ്ചാണ്, വേറൊരു ബ്രാഞ്ചാണ്. എല്ലാ ബ്രാഞ്ചും കൂടി ഒറ്റ ഇത് വരുമ്പോൾ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ലോങ് ലീവ് എടുക്കണമെങ്കിലാണ് കേട്ടോ ഇപ്പോൾ എനിക്ക് എൻ്റെ ചേട്ടന് ലീവ് ലെറ്റർ അയക്കേണ്ടത്. അല്ലാത്തപ്പോൾ ഒരു ദിവസം വേണമെങ്കിൽ കിട്ടും, അതിൽ കൂടുതൽ അങ്ങനെ ലീവൊന്നും കിട്ടാറില്ല. മന്ത്ലി ഒരു ലീവൊക്കെ വേണമെങ്കിൽ മാക്സിമം. പിന്നെ വർക്ക് എന്താ പറയാനാ. നീ എന്തായാലും വാ. യാ ബേബ്, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നീ വന്ന ഉടനെ നിൻ്റെ വീട്ടിലോട്ടാണോ പോകുന്നത് അതോ എൻ്റെ വീട്ടിലോട്ടായിരിക്കും വന്നെ? എൻ്റെ മോളെ, എൻ്റെ വീട്ടിൽ കയറി ഞാൻ ഫ്രഷ് ആയിട്ട് എത്തിയേക്കാം. എനിക്ക് എൻ്റെ വീടൊന്ന് കണ്ടാൽ മതി. സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിലിട്ട് വരേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല എന്തായാലും. എന്താ? ഒന്നുമില്ല, നത്തിങ്. ശരി എന്നാ. ശരി, ഗുഡ് നൈറ്റ് സിറ്റി. ഗുഡ് നൈറ്റ്. മേ കമ്മിങ്? യാ വാ. കുറേ നേരം ആയാലോ. സോറി. ശരി എന്നാ, ഗുഡ് നൈറ്റ്. കിടക്കാൻ പോവാണോ? എന്താ കാട്ടണേ? അല്ല, ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ, അപ്പോൾ എന്ത് ഉച്ചിട്ടൊക്കല്ലേ? അല്ല, അപ്പോൾ നേരത്തെ കിടന്ന ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആര് ചെയ്യും? എന്ത് കാര്യം? നീ മാറിയെന്നേ, എനിക്ക് ഉറക്കം വരുന്നു. നീ ഉറങ്ങിക്കോ, ബട്ട് ഫസ്റ്റ് ഒന്നുമില്ല, ഞാൻ പോയി കിടക്കട്ടെ. ഇതെന്താ പറ്റി ഇങ്ങനെ? ഇതല്ലേ ഞാൻ പറയാൻ വന്നേ, അപ്പോൾ കേട്ടില്ല. അതൊക്കെ ഒതുക്കിയിട്ട് വേണ്ട കിടക്കാൻ. ഈ ഗിഫ്റ്റിൻ്റെ മണ്ടക്കൊന്നും നീ കയറി കിടക്കത്തൊന്നുമില്ലല്ലോ. പറഞ്ഞു തീർക്കാൻ ശ്രമിക്കില്ല, കുരുട്ട്. ഇതായിരുന്നു. പിന്നെ എന്തായിരുന്നു നമ്മൾ വിചാരിച്ചേ? അതും കേട്ടോ. അല്ല, നീ ഫസ്റ്റ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നീ വാട്ട് പറഞ്ഞപ്പോൾ അതെ ഒന്നുമില്ല. ഒന്നുമല്ലേ? ഇല്ല. എന്നാൽ പിന്നെ നീ എൻ്റെ കണ്ണി നോക്കിയിട്ട് വരാം. ഒന്നുമില്ലാന്ന്. പിന്നെ കണ്ണി നോക്കണൊക്കെ എന്തിനാ? മാറിക്ക്. നിന്നെ ഞാൻ എടുത്തോളാടി കള്ളി. ശരി, എടുക്കാൻ ഇങ്ങോട്ട് പോകുമ്പോൾ. നീ ഇപ്പോഴും മാറിയിട്ടില്ലല്ലേ? എന്തിങ്ങനെ നോക്കിക്കുന്നത്? വാ. ശരിക്കും എനിക്ക് നാണം വന്നു. ഇവരെന്താ വയ്യ? അതിന് ബെഡ്ഷീറ്റ് വിരിക്കാൻ നിനക്ക് എന്തിനാണ് ഇത്രക്കും വരുന്ന നാണം? അതെന്തായാലും നിന്നെപ്പോലും ഒന്നുമല്ല ഇത്രയും നാണിക്കാനായിട്ട്. അയ്യോ, ബെഡ്ഷീറ്റ് വിരിക്കാനായിരുന്നു. പക്ഷേ ഞാൻ വേറെ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി. നീ ചിന്തിച്ച് കൂട്ടുമല്ലോ, എനിക്കറിയാമല്ലോ. ഞാൻ ഉച്ചക്കൊന്നുമല്ലല്ലോ ഇതിൻ്റെ മണ്ടക്ക് കയറി കിടക്കുന്നത്. കിടക്കണമെങ്കിൽ ഹെൽപ്പ് ചെയ്യും. നമ്മ ഒരുമിച്ചാണോ കിടക്കുന്നത്? അതെ, അല്ലാതെ ഇവിടെ വേറെ ബെഡോ വേറെ ഒന്നും നീ കിടക്കണമെന്ന് ഇട്ടിട്ടില്ലല്ലോ എനിക്ക് മാറി കിടക്കാനായിട്ട്. അല്ല, ഞാൻ കയ്യും കാലൊക്കെ എടുത്തിടും, ഞാൻ കത്തിയും എടുത്തിടും. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല കേട്ടോ, ഇല്ലേ നിനക്ക് നിൻ്റെ പലതും നഷ്ടമാകും. വേറെയാ. കറക്റ്റ്, പെട്ടെന്ന് കണ്ടുപിടിച്ച് കളഞ്ഞു. പൊടി സൈക്കോ ആണ് നീ, സൈക്കോ. അത് കൊള്ളാം, തന്നെ മതി എന്ന് പറഞ്ഞ വാശി പിടിച്ച് കിട്ടിയല്ലേ, അനുഭവിച്ചോ. വാ കിടക്കാം.
അയ്യോ ഞാനാ തിരിച്ചെടുത്ത്. നേരത്തെ പറഞ്ഞത് നീ ശരിക്കും മാറിപ്പോയെന്ന്. ഞാനെന്ത് വിശ്വസിച്ച് ഈ കുരുട്ടിൻ്റെ ഒപ്പം കിടക്കും. ദൈവമേ, എങ്ങാനും വല്ല ഫണ്ണിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയാൽ ആലോചിക്കാനേ വയ്യ. അയ്യോ എൻ്റെ ചരിത്രം. അയ്യോ ഹരയിൽ നീ ഈ കുരുട്ടിൻ്റെ അടുത്തൊന്നും രക്ഷപ്പെടുത്തു. ഡാ ഇത് എന്താ മാറി എന്താ നിന്ന് ആലോചിക്കണം? അത്രയ്ക്ക് ഇതാണെങ്കിൽ ലൈറ്റ് ഓഫ് ആയിട്ട് പുറത്തു പോയി ആലോചിച്ചു. എനിക്ക് അവിടെ ഉറങ്ങണം. ഇതിനെ ഞാനൊന്ന് കിട്ടിപ്പോയി. ഇതിനെ ഞാനുണ്ടല്ലോ അടുത്ത പുറത്തോളം ഞാൻ എന്താ വരുന്ന പോലെ ഇവാ കിടക്കാം. ഉറങ്ങിയോ ശുഷു ലിയ? ഉറങ്ങിയോ? സോറി ഫോർ എവറിത്തിങ്. ഞാനൊന്നും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചല്ല, ബട്ട് പറ്റിപ്പോയി. എനിക്ക് ഒരിക്കലും നിന്നെ വിട്ട് കളയാൻ പറ്റില്ല. എനിക്ക് ഒരിക്കലും നീ വേറൊരാളുടെ കാണാൻ ഒട്ടും പറ്റില്ല ലിയ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ആൻഡ് ക്ഷമിക്കരുത് എന്നോട്. സോറി, ഐ ആം റിയലി സോറി ലിയ. എനിക്കിനി ഒരുപാട് ഇഷ്ടമാണ് ലിയ. എനിവേസ് ഗുഡ് നൈറ്റ് മൈ സ്വീറ്റി. ഗുഡ് നൈറ്റ്. ഉറങ്ങില്ലേ നീ? ഡേ ഉറക്കപ്പിച്ചായിരുന്നു. പേടിച്ചു പോയി ഞാൻ. ഐ എം സോറി ജയ്, നീ ഒരുപാട് വൈകിപ്പോയി. ആൻഡ് നീ ചെയ്തതിനൊന്നും ഞാൻ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല ജയ്. രാവിലെയോ? നല്ല ഉറക്കമാണല്ലോ. ഹേ ക്യൂട്ടി, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഉറക്കപ്പിച്ച് ഈ കുഴത്തിൻ്റെ ഒപ്പം ഉറക്കത്തിലൊന്നും പറയാനൊന്നും പറ്റില്ലല്ലോ. പയ്യെ എനിക്ക് സ്കൂട്ടാവും. എനിക്കെന്തായാലും. ഗുഡ് മോർണിംഗ് മമ്മ. ഗുഡ് മോർണിംഗ് ജേ. ഗുഡ് മോർണിംഗ് ലിയ. ഗുഡ് മോർണിംഗ് അമ്മ. എന്താ മോളെ നേരത്തെ എണീറ്റ്? കുറച്ച് നേരം കൂടി കിടക്കായിരുന്നില്ലേ? ജേ എണീറ്റ് റെഡിയാവുന്ന സൗണ്ട് കേട്ട് അപ്പോൾ പിന്നെ ഉറക്കം വന്നില്ല കിടന്നിട്ട്. എന്താണ് ജേ? പിന്നെ എനിക്ക് പോവണ്ടേ എന്നും പറഞ്ഞ് നീ ഇതിനും വേണ്ടി ഉച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി റെഡിയാണെന്ത്? ഇല്ല മമ്മ, അത് ഞാൻ കണ്ണുറന്നപ്പോഴേ ചെറുതായിട്ടൊന്ന് സൗണ്ട് കേട്ടാണ്. എനിക്ക് പിന്നെ ഉറക്കം വന്നില്ല. അതാ ഉച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അമ്മ ജേ நியூயார்க் நகரம் உறங்கும் நேரம் தனிமை அடர்ந்தது, பனியும் படர்ந்தது, கப்பல் இறங்கியே காற்றும் கரையில் நடந்தது, 4 கண்ணாடி சுவர்கள். നീയോ മോളെ? നീയോ? നീ എന്താ ഇവിടെ? സർപ്രൈസ്. അയ്യോ, ഒരു നിമിഷം ഞാൻ വേറെ എന്തോ ചിന്തിച്ച്. ഞാൻ വന്നത് അറിഞ്ഞിട്ട് വന്നില്ല. നീ എന്നെ വിളിച്ച് പറയണ്ടായിരുന്നു. ഷോ ഇതിപ്പോൾ എനിക്ക് നീ സർപ്രൈസ് തന്ന പോലെ പോയി. ഇനിയും മോളെ സർപ്രൈസ് ആകാൻ പോകുന്നേ ഉള്ളൂ. പിന്നെ സുഖമില്ല നിനക്ക്? പിന്നെ സുഖം. നീ എന്തൊരു നിമിഷം ചിന്തിച്ചതും? അതൊന്നുമില്ല. നീ ഇന്ന് പോകില്ലാലോ? ഒരിക്കലും പോകില്ല, പേടിക്കണ്ടാത്തോ. ആന്ന് നിന്റെ ചേട്ടൻ കൊണ്ടുപോയാലേ ഞാൻ ഇനി പോകുള്ളൂ. ഇല്ല, നീ ചേട്ടനെ മാരേജ് ചെയ്തെന്ന് മാത്രം നീ എന്നോട് പറയട്ടെ. എങ്കിനി അത് മാത്രം പറയുള്ളൂ. വാട്ട് അമ്മ? യെസ്. ഹൗ? നീ വാ, ഞാൻ പറയാം. ഇതിപ്പോൾ നീ എന്നെ ടോട്ടലി സർപ്രൈസ് ആക്കി കളഞ്ഞല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞേ. വാ നീ, ബാക്കി ഇനിയും കേൾക്കാനുണ്ട്. ഇവർക്ക് എങ്ങനെ ഇത്ര പരിചയം? ദേ ആർ ബെസ്റ്റ് ഫ്രണ്ട്സ് മമ്മ. രണ്ടും ഒരുമിച്ചാണ് പഠിച്ചത്. അത് നിനക്കങ്ങനെ അറിയാം? ഞാനും ടി എൻ ജിമിനും പിന്നെ ഇവരും സെയിം സ്കൂൾ, അത് കഴിഞ്ഞിട്ട് സെയിം കോളേജ്. അങ്ങനെയാണ് ഞങ്ങൾക്ക് പരിചയം. അതുകൊണ്ട് എനിക്കറിയാം. ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ബിക്കോസ് മമ്മയും പപ്പയും അബ്രോഡ് ആയിരുന്നില്ലേ, കമ്പനി ആവശ്യങ്ങൾക്ക് ബിസിനസ്സൊക്കെ ആയിട്ട്. ആ ടൈമിൽ ഞങ്ങൾ ഇവിടെ നിന്നല്ലേ സ്റ്റഡീസ് കംപ്ലീറ്റ് ആക്കിയത്. ഓഹോ, ഞാൻ ഓർക്കുന്നു. യാ. ഓഹോ, അപ്പം നിനക്ക് ലീനെ നേരത്തെ അറിയാമായിരുന്നല്ലോ. എന്നിട്ടാണ് രണ്ടും ഒരുമാതിരി ഇന്നലെ കണ്ട അല്ലെങ്കിൽ മാർക്കറ്റിൽ കണ്ട പരിചയം പോലും ഇല്ലാതെ നിൽക്കുന്നത്. അതൊക്കെ വലിയ കഥയാണമ്മ, നമുക്ക് താങ്ങില്ല. എന്താ അത് നീ ആദ്യം പറ. നിനക്കെല്ലാം എന്നോട് പറയാമല്ലോ ജെ. അത് ശരിയാലോ മമ്മ, വേണ്ട ജെ, നീ പറ. അത് ഇത്രയൊക്കെ സംഭവിച്ചാടി? ഇതൊന്നും ഞാൻ അറിയാതെ പോയല്ലോ. യാ സത്യം പറഞ്ഞാൽ വേണമെങ്കിൽ ഒരു ഡ്രാമ പോലും ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ. എന്താണിത്? ഇതിപ്പോൾ എൻ്റെ ലൈഫ് ശരിക്കും എൻ്റെ ചേട്ടൻ്റെ കയ്യിലായി. നേരത്തെ ജസ്റ്റ് പറയിൽ മാത്രമേ ഉണ്ടായുള്ളൂ. ഇതിപ്പോൾ എല്ലാം കയ്യിൽ നിന്ന് പോയി ചെയ്യാ. അല്ല, നിന്നെ കിട്ടാന്ന് വെച്ചാളുടെ പേരെന്താ? ലൂക്കാസ്. ഈ പേര് ഞാൻ എവിടെയോ കിട്ടണല്ലോ. എവിടെയാണാവോ? എന്താടി? ഒന്നുമില്ല. അല്ല, എൻ്റെ ചേട്ടനും ജിയൊക്കെ നല്ല ഫ്രണ്ട്സിൽ. സോ അവരോടൊന്ന് ചോദിച്ചു നോക്ക് എന്താ സംഭവിച്ചതെന്ന്. എന്തായാലും നീ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ എനിക്ക് പിന്നെ ചെയ്യാമെന്ന്. സോ എന്തായാലും നിൻ്റെ ചേട്ടന്മാർക്ക് ആർക്കെങ്കിലും അറിയാതിരിക്കില്ല എന്തായാലും ഒന്നും. ഇല്ല, ജിമിന് അറിയില്ല എന്ന് തോന്നുന്നു. അവൻ അറിഞ്ഞാൽ അതൊന്നും എന്താ നടക്കാൻ പോണെന്ന്. ആ ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ട് അവർ പിന്നെ മിണ്ടണതേ ഞാൻ കണ്ടിട്ടില്ല. സോ എനിക്കറിയാൻ പാടില്ല ജിമിൻ്റെ കാര്യം. അല്ല, അപ്പോൾ ജിമിൻ മാരേജിൽ വന്നില്ലേ? നോ, ഹി ഡിഡ്ന്റ്. വൈ? ഒന്നാമത്തെ കാര്യം പപ്പ ബിസിനസ് അവനെ ഏൽപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ആൻഡ് എന്തൊക്കെയോ ഉണ്ടായിരുന്നു അവന്.
എന്നോട് പോലും 여자성에서 모르잖아요. 근데 മാരേജിന് 남편도 കേട്ടപ്പോൾ 이게 തന്നെ 중앙 എന്നോട് 소방관리 ദേഷ്യം 아 완결 안 난 걸로 알고 മാരേജിന് 중앙 소방관리 바꿔놓고 가서 പറ്റുന്ന 전화로 싸우고 저기 스니어가지고 제가 전사를 해버린 경우잖아요. ജിമിനോ അങ്ങനെയോ ജിമിൻ അങ്ങനെയൊക്കെ പറഞ്ഞോ ഓ ഗോഡ് എനിക്ക് നിന്റെ കാര്യത്തിൽ അവന് അങ്ങനെ പറയുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ ജിമിൻ നിന്റെ കാര്യത്തിൽ ഭയങ്കര കൺസേൺ അല്ലേ അതുകൊണ്ട് എനിക്ക് ഈ കാര്യം അങ്ങോട്ട് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എനിക്ക് മാരേജിൻ്റെ കാര്യം കേട്ടപ്പോൾ തൊട്ട് പിന്നെ എന്നിട്ടൊരു കോണ്ടാക്റ്റും ഇല്ല അവന് നീ എന്തായാലും ടീനോടൊന്ന് ചോദിച്ചു നോക്ക് എന്തായാലും അറിയാതെ ഒന്നും ഇരിക്കില്ലല്ലോ വേണേ അവനായിരിക്കും ഇപ്പം ഈ നടന്ന എല്ലാത്തിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എനിക്കറിയാവുന്ന ടീ അങ്ങനെയാണല്ലോ അല്ലാതെ ജിക്ക് എന്തായാലും എങ്ങനെയാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നണം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം അവനോട് അതൊക്കെ വിട് എങ്ങനെ പോകണം നിൻ്റെ ലൈഫ് പിന്നെ ഭയങ്കര നല്ല ലൈഫല്ലേ ഇപ്പോൾ വന്ന് നീ കമ്പനീനെ പ്രേമിക്കേണ്ട അവസ്ഥയായി അതെന്താടി അല്ല പിന്നെ നല്ല ബോറാണ് അവിടെ കമ്പനി വിട്ട വീട് വീട് വിട്ട കമ്പനി കമ്പനി വിട്ട വീട് വീട് വിട്ട കമ്പനി അത് കൂടെ ഞാൻ കാണുന്ന കമ്പനീനെയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ പോകണമെങ്കിൽ ഞാൻ കമ്പനീനെ കെട്ടേണ്ടി വരും പണ്ടാരും അടുത്ത് സത്യമായിട്ടും ഈ ജിയും പപ്പയും ജിമിനൊക്കെ നിൻ്റെ പപ്പയൊക്കെ ഇതെങ്ങനെ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം ഞാൻ ജസ്റ്റ് അവിടുത്തെ ഒരു എംപ്ലോയി ആയിട്ട് എനിക്ക് പറ്റുന്നില്ല ഇവർക്ക് അതിൻ്റെയൊക്കെ ടോപ്പ് നിൽക്കുന്ന ആൾക്കാരാണ് എനിക്ക് ആലോചിച്ചിട്ട് തന്നെ തലയൊക്കെ കറങ്ങണം മോളെ അതുകൊള്ള മര്യാദക്ക് എൻ്റെ അപ്പോൾ അത് പഠിച്ചിരുന്നെങ്കിൽ നല്ല ഡോക്ടറായിരുന്നു അയ്യോ അതൊക്കെ നല്ല കമ്പനിയാണ് മോളെ എനിക്ക് വയ്യ ചോരയൊക്കെ കളയാൻ ഞാൻ വല്ലയിടത്തും തല ഇറങ്ങി കിടക്കും ഈ കൊച്ചിനെ കൊണ്ട് നിനക്ക് പിന്നെ എന്താ മോളെ പറ്റുന്നത് സത്യം പറഞ്ഞാൽ തിന്നാ കുടിക്കുക കിടന്നുറങ്ങാൻ ഫോണിക്കുത്ത തിന്നാ കുടിക്കുക കിടന്നുറങ്ങാൻ ഫോണിക്കുത്ത ആ അപ്പം കിട്ടുന്ന സുഖമുണ്ടല്ലോ മോളെ വേറെ എവിടെ നിന്നും കിട്ടില്ല അങ്ങനെയാണെങ്കിൽ ജോലിയാകുമ്പോൾ നിന്നെ തല്ലിക്കൊല്ലും ആ ഒരു പേടിയുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ സത്യം പറഞ്ഞാൽ പഠിച്ചു പോകുന്നത് എങ്കിൽ പിന്നെ നിനക്ക് ഇങ്ങോട്ടേക്ക് മാറിക്കൂടെ ഇത് നിങ്ങളുടെ ഒരു ബ്രാഞ്ച് തന്നെയാണല്ലോ സോ ഇങ്ങോട്ടേക്ക് മാറുന്നതായിരിക്കും നിനക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നത് അതാകുമ്പോൾ അധികം ദൂരം ട്രാവൽ ചെയ്യേണ്ട നിനക്ക് ഫാമിലീനെ കാണാം വീട്ടിൽ വരാം നിനക്കപ്പോൾ ഈ ഒരു ഓപ്ഷൻ നോക്കിക്കൂടെ ഇത് നിങ്ങളുടെ മെയിൻ ബ്രാഞ്ചും കൂടിയല്ലേ ഞാൻ അതെല്ലാം കൂടി ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തിക്കാനാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് ലീവ് എടുത്ത് പോകുന്നത് ഇവിടെ എൻ്റെ ചേട്ടൻ ഇരിക്കണോണ്ട് നേരിട്ട് അങ്ങോട്ട് പോയി എനിക്ക് ചോദിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പപ്പ വന്നൊരു ടൈം നോക്കി ഞാനിങ്ങനെ ഒരു കാൽക്കുലേഷനൊക്കെ വെച്ച് വന്നത് അല്ല നിൻ്റെ കാൽക്കുലേഷനൊക്കെ ഭരിക്കും പോടി ഭരിക്കും അല്ല നിൻ്റെ പപ്പ മാരേജിൽ വന്നിട്ടുണ്ടായല്ലോ എന്നിട്ട് ഈവനിങ് ഫ്ലൈറ്റിലാണല്ലോ പോയത് എന്നോട് പറഞ്ഞില്ലല്ലോ മിസ്സാക്കി കളഞ്ഞു യാ യു മിസ് ഇറ്റ് നീ എന്തായാലും ഫ്രഷ് ആവും കുറേ ട്രാവൽ ചെയ്തില്ല എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാൻ താഴത്തോട്ട് ആടി ഓക്കെ ഞാൻ പറയാൻ വരുമായിരുന്നു ഓക്കെ ചെല്ലു നീ എൻ്റെ കർത്താവ് ഇത്രയൊക്കെ നീ ഒപ്പിച്ച് വെച്ചോടാ യെസ് ഒറ്റ വീക്ക് വെച്ചിരുന്നേ അമ്മ നീ അവളോട് പറഞ്ഞൊക്കെ വെച്ച് എനിക്ക് കേട്ട് തോന്നണോ ആ പള്ളിപ്പറമ്പിലെ സെമിത്തേരിയിൽ ഒരു കുഴിയെടുക്കാനായിട്ട് സ്ഥലം മാറ്റി വെക്കാം എൻ്റെ അമ്മ എന്താ അല്ല ഞാൻ അവളോട് ചെയ്ത് മാത്രം അമ്മയുടെ കണ്ണി പിടിച്ചോളൂ ഇത്ര നേരം പറഞ്ഞാലും അവൾ എന്നോട് ചെയ്തോ നമുക്ക് കണ്ണി പിടിച്ചില്ല പിന്നെ അവളെന്ത് ചെയ്തു അവൾക്ക് ശരിയെന്ന് ഒന്നും അവൾ ചെയ്തു ഇതിപ്പോൾ എൻ്റെ അമ്മയാണോ അവളുടെ അമ്മ ഒരു സംശയം വേണ്ട നിൻ്റെ തന്നെയാണ് അവളുടെ ഭാഗത്ത് ഞാൻ പ്രതികരിക്കണം പ്രകാരം വെച്ച് ഞാൻ തലക്കെട്ടിച്ച് കൊന്നാലും എനിക്ക് എങ്ങനെയാണ് ജീവിതത്തിലേക്ക് തരം തരാൻ പറ്റിയത് ബിക്കോസ് ഐ ലവ് ഹർ മമ്മ എനിക്ക് അവൾ അങ്ങനെ വിട്ടുകളയാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നുണ്ട് ഇത്രയൊക്കെ കേട്ടിട്ട് എന്നാലും ഒരെന്നാലും ഇല്ല സത്യം പറഞ്ഞാൽ അവളുടെ മാരേജിന് അവനൊക്കെ നടന്നത് അവൾക്ക് അറിയില്ല ചേച്ചിക്കും എനിക്കും സുക്കാസിനും പിന്നെ ഇപ്പം മമ്മക്ക് ഇത്രയും പേർക്ക് അറിയാൻ പാടുള്ളൂ എന്തായാലും അവളൊന്നും അറിയാതിരിക്കട്ടെ ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ചെയ്യേണ്ടി വരും എന്ത് കാര്യം പള്ളിപ്പറമ്പിലെ സെമിത്തേരിയിൽ ഒരു കുഴിയെടുക്കേണ്ട കാര്യം ഓ ഈ മമ്മ ഫുള്ള് നെഗറ്റീവാണല്ലോ ഇല്ല നീ എത്രയൊക്കെ കാണിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് കൈകൊട്ടിരുന്ന് ചിരിക്കാം നിന്നെ ഞാൻ എന്ത് തെറ്റാണ് ഞാൻ കർത്താവിനോട് ചെയ്തത് ഇങ്ങനെ എനിക്ക് ഓരോന്ന് എനിക്ക് കാണിച്ചു തരാനായിട്ട് അതല്ല അവൾക്കറിയാം എന്തറിയാം പിന്നെ മാരേജ് മുടക്കിയപ്പോൾ ഞാനാണ് ഏകദേശം അവൾക്കറിയാം പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നടന്നു പോകുന്ന എന്തായാലും അവൾക്കറിയില്ല വെറുതെ അല്ല നിൻ്റെ പപ്പ അങ്ങനെ ഒരു ഡയലോഗ് ഇറക്കിയത് എന്താ ഇല്ല നിൻ്റെ പപ്പൊക്കെ കൂടിയുണ്ടോ ഇനി എൻ്റെ പൊന്നു മമ്മ സത്യമായിട്ടും അങ്ങനെയൊന്നുമില്ല എന്തോ കാര്യത്താൽ പപ്പക്കൊരു ബുദ്ധി തോന്നി പപ്പ എന്നെ കെട്ടിച്ചു എനിക്ക് വയ്യ വേണ്ടരുത് നീ കത്തിയാണ് എൻ്റെ കയ്യിൽ വെട്ടിഞ്ഞ് ഇതെന്താണ് കത്തിക്കളി മാത്രമുള്ളൂ അപ്പുറത്തും ഇപ്പുറത്തും അവിടെയും കത്തി ഇവിടെയും കത്തി ഭീഷണിപ്പെടുത്താൻ നിങ്ങൾക്ക് കത്തി മാത്രം കിട്ടണമല്ലോ എന്താ പേര് കൊടുക്കണം ഒന്നുമില്ലമ്മ എന്തായാലും നീ സൂക്ഷിച്ചോ നിൻ്റെ ഒരു അനിയത്തി ഇവിടെ ലാൻഡ് ആയിട്ടുണ്ടല്ലോ അതുകൊണ്ട് അവൾ മണത്ത് കണ്ടുപിടിക്കുന്നതിനൊക്കെ ഉണ്ടെങ്കിൽ സോ ആരും അറിയാതെ ഒന്ന് സൂക്ഷിച്ചോ എസ്പെഷ്യലി ആ കുരുട്ട് ആരെന്തറിയാൻ പാടില്ലെന്നാണ് പറയുന്നത് ഇതിപ്പോൾ ഇവിടെ നിന്ന് പ്രത്യക്ഷപ്പെട്ട കർത്താവേ ഒക്കത്തുനിന്ന് അതും കേട്ടാ കേട്ട് നീ മൈൻഡ് വൈസ് എന്ന് പറഞ്ഞതേ ഇവിടെ കേൾക്കായിരുന്നു അതല്ല പൊക്കത്തുനിന്ന് വരാൻ നീ എന്താ മാലാക്കി അതെ എൻ്റെ പേരെങ്ങനെയാണല്ലോ ഏഞ്ചൽ ജിയ ക്രിസ്തി ടോ ഇനിയുണ്ടല്ലോ ഡി നിർത്ത് മതി അല്ല എൻ്റെ ബ്രദറിൻ്റെ മാരേജിന് എന്നെ വിളിക്കാൻ നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ എന്താണ് ജെയിൻ്റെ മാരേജിന് എന്നെ വിളിക്കാതിരുന്ന എന്താണ് എല്ലാം പെട്ടെന്നായി പോയില്ലേ ആൻഡ് നിൻ്റെ പറച്ചിലൊക്കെ മാറ്റാനായിട്ട് ഞാൻ എന്തായാലും കമ്പനിയിലൊരു പാർട്ടി വെക്കുന്നുണ്ട് നിനക്ക് വേണ്ടി ശരിക്കും എപ്പോഴും ഐ എം സോ എക്സൈറ്റഡ്
യെസ്, വിത്തിൻ 2 months. അതെന്താ അത്രയും ഗ്യാപ്പ്? അത് ഇപ്പോൾ ഒരു കൊളാബിലാണ് കമ്പനി പോകുന്നത്. ആ കൊളാബ് കഴിഞ്ഞിട്ട് പാർട്ടി വെക്കാമെന്ന് വെച്ചു. ഓ അങ്ങനെ. നീയും വേണം. ഞാനെന്തിനാണ് നിൻ്റെ കമ്പനിയിലെ കൊളാബ് പാർട്ടിക്കൊക്കെ വരണം? കമ്പനിയിലെ പാർട്ടിയല്ല, നമ്മുടെ മാരേജിൻ്റെ പാർട്ടിയാണ്. പെട്ടെന്നായതുകൊണ്ട് കമ്പനിയിലാരും പറയാൻ പറ്റില്ല. സോ അവർ പാർട്ടി വേണമെന്ന് പറഞ്ഞാൽ അവിടെ ഇതാണ്. അതുകൊണ്ട് നീ വേണം. ആലോചിക്കട്ടെ. ഈ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ ഉണ്ടാവും, അതൊന്നും മൈൻഡ് ആക്കണ്ട. ആൻഡ് നിങ്ങൾ മാക്സിമം ഹെഡ്ഫോൺസ് വെച്ച് കേട്ട് നോക്ക്. ഞാൻ ഹെഡ്ഫോൺസ് വെച്ചാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ടൈമിൽ എനിക്ക് കേൾക്കുമ്പോൾ അത്യാവശ്യം ക്ലാരിറ്റി ആയിട്ട് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ അത് യൂട്യൂബിലിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ പറയുമ്പോൾ ക്ലാരിറ്റി ഇല്ല, കേൾക്കാൻ പറ്റുന്നില്ല, സൗണ്ട് കുറച്ച് കൂട്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ വീണ്ടും ഇരുന്ന് കണ്ടു നോക്കും. അപ്പോൾ എനിക്ക് ഹെഡ്ഫോൺസ് വെച്ച് കേൾക്കുന്നതുകൊണ്ട് എനിക്ക് അത്ര സൗണ്ട് ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ആവുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു മേ ബി ഹെഡ്ഫോൺ വെച്ച് കേൾക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. എന്തായാലും ഞാൻ സൗണ്ട് കൂട്ടാൻ നോക്കാം. ഇതിപ്പോൾ കുറേശ്ശെ ആയിട്ടാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ കുറേ ഉണ്ടാവും. അപ്പോൾ എല്ലാം കൂടി സൗണ്ട് കൂട്ടി വരുമ്പോഴേക്കൊരു നേരവും. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞാൻ ഒരു 2 ആഴ്ച എനിക്ക് ഫുള്ള് ഫ്രീ ആവാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ഈ എപ്പിസോഡ്സ് ഒന്നും ഇടാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അപ്രത്യക്ഷമായിട്ട് ലീവ് കിട്ടി. അപ്പോൾ ആ ഒരു ഇതിലിരുന്ന് ഞാൻ ചെയ്തതാണ്. ഇത് മാക്സിമം ഞാൻ ലെങ്ത്തിൽ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ 2 എപ്പിസോഡ് 4ഉം എപ്പിസോഡ് 5ഉം കൂടി മിക്സ്ഡ് ആക്കിയിട്ട് ഒരൊറ്റ എപ്പിസോഡാക്കിയിട്ടാണ് ഞാനിത് എഡിറ്റ് ചെയ്തത്. ഇത് എപ്പിസോഡ് 4 ആക്കിയാണ് ഞാൻ നന്നായിട്ട് എഡിറ്റ് ചെയ്തത്. എന്നിട്ട് ഞാൻ പിന്നെ എപ്പിസോഡ് 5 റീറൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടി റീറൈറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ലെങ്ത് എപ്പിസോഡ് ആക്കാനായിട്ട്. എന്ന് വെച്ചാൽ ഓവറായിട്ട് ഇതുപോലെ ലെങ്ത് ഒന്നും ആവില്ലൊരു 10 മിനിറ്റ് ആ ഒരു മാക്സിമം ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത് ഫുള്ള് പണിയാണല്ലോ. എന്നാലും ഞാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുവാമേ. ആൻഡ് എൻ്റെ 3ാമത്തെ എപ്പിസോഡും മൈ ഡാഡിയുടെ 3ാമത്തെ എപ്പിസോഡും ആദ്യത്തെ എപ്പിസോഡും 1K കഴിഞ്ഞു. ബട്ട് 2ാമത്തെ എപ്പിസോഡ് 1K കഴിഞ്ഞിട്ടില്ല. അതെന്താണെന്നാണ് എനിക്ക് ഡൗട്ട്. ബിക്കോസ് 1ാമത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് നിങ്ങൾ 3ാമത്തെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അടുക്കള സീൻസ് നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. മേ ബി ആൾക്കാരിങ്ങനെ പോകുമ്പോൾ കാണുന്നതായിരിക്കും, അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് നോക്കുന്നതായിരിക്കും. അതായിരിക്കും, എനിക്ക് അറിയില്ല എന്തായാലും. പിന്നെ ഇടയ്ക്ക് ഞാനിടുന്ന പാട്ടുകൾ ഇതാവുന്നുണ്ട്, റെസ്ട്രിക്റ്റ് ആവുന്നുണ്ട്. അതൊക്കെ ക്ലിയർ ചെയ്ത് വരുമ്പോൾ ചില സ്ഥലത്ത് പാട്ടുണ്ടാവില്ല, ചില സ്ഥലത്ത് സൗണ്ട് ഉണ്ടാവില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കത് ഡൗൺലോഡ് ആക്കാൻ പറ്റില്ല. എന്നിട്ട് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് VL പോയിട്ട് ഞാൻ മാക്സിമം എന്നെ കൂടെ പറ്റുന്ന രീതിക്കൊക്കെ വെട്ടിക്കുറച്ച് ഇതൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഫുള്ള് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കാം. എനിക്കിപ്പോൾ അത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ നോക്കാം. എന്ന് വെച്ചാൽ നെക്സ്റ്റ് എപ്പിസോഡ് വരുമ്പോൾ നിങ്ങൾക്ക് അറിയണ്ടേ. ഇനിയിപ്പോൾ ഇഷ്ടമില്ലാന്ന് പറയാം കേട്ടോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനിത് പുറത്തിരുന്ന് വോയിസ് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര നോയ്സാണ്. ഇപ്പോൾ നമുക്ക് സമയം കിട്ടുമ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സമയം കിട്ടുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ എപ്പിസോഡ് ഞാൻ ഏത് കാലത്ത് ഇടുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. മേ ബി ഞാനൊരു 16-ാം തീയതിയോ അല്ലെങ്കിൽ 15-ാം തീയതിയോ എന്തെങ്കിലുമൊക്കെ ഇടും, എനിക്കറിയില്ല. അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ ലീവ് ആയതുകൊണ്ട് ഞാൻ ഡബ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ജസ്റ്റ് എഡിറ്റ് ചെയ്താൽ മതി. പക്ഷേ ഡബ് ചെയ്യണേലും പാടാണ് കൈ എഡിറ്റ് ചെയ്യുന്നത്. അത് ഞാൻ ഈ ഫീൽഡിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എനിവേസ് താങ്ക് യു ആർമി സഹാങ്ങേ. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എനിക്ക് ഒരുപാട് താങ്ക്സ്. ഞാൻ കുറച്ചധികം വലിച്ചു നീട്ടിയെന്ന് എനിക്കറിയാം. അതും എൻ്റെ ഒരു കാര്യം പറയാൻ മാത്രം. ബട്ട് എനിക്കെന്തായാലും നിങ്ങളോട് എനിക്ക് പറയണമെന്ന് തോന്നി, എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ്. സ്കിപ്പ് അടിക്കേണ്ടവരൊക്കെ സ്കിപ്പ് അടിച്ച് പോവാം, അതൊന്നും കുഴപ്പമില്ല കേട്ടോ.